ഹായ്, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടെ വെൽവെറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെൽവെറ്റ് ഒരു കുറച്ച് ബിഗ് പീസ് വന്നതാണ്. ഇതുപോലത്തെ ഒരു ബിഗ് പീസ് അതിന് ഇതുപോലെ ഈ ഒരു വീതിക്ക് കട്ട് ചെയ്ത് എത്രത്തോളം ലെങ്ത് ഉണ്ടോ അത് എടുത്തു. എന്നിട്ട് ഫ്രെയിം എടുത്തു. ഫ്രെയിം പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ഹെയർ ബോയിലേ, ഇത് നമ്മുടെ പഴയത് പിള്ളേരുടെ സ്കൂളിലൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ, യൂണിഫോമിൻ്റെ, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതായാലും മതി. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്ത് കിട്ടിയില്ല കേട്ടോ. അതാ അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു വീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇങ്ങനെ ഒരു ചുറ്റി എടുക്കണം. ഓരോ റോളും ഓരോ റൗണ്ടും ചുറ്റി എടുക്കണം. ഇത് ചുറ്റി എടുക്കുമ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വെൽവെറ്റാണ്. ചില വെൽവെറ്റ് മടങ്ങി വരും. സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒന്നുമല്ലല്ലോ, അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ ചിലത് കട്ടി കുറവുള്ളത് മടങ്ങി വരുമായിരുന്നു. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലൂ മടങ്ങി വന്നിട്ടില്ല. പക്ഷേ ഞാൻ വേറെ കളറൊക്കെ ചെയ്തിട്ടുള്ള ചിലതൊക്കെ നമ്മളിങ്ങനെ ബിഗ് പീസൊക്കെ വാങ്ങിക്കുന്നതല്ലേ, ചിലതൊക്കെ നല്ലതായിരിക്കാം, ചിലത് കുറഞ്ഞതായിരിക്കാം. കുറഞ്ഞ മെറ്റീരിയലിലൊക്കെ ഉള്ളതാണെങ്കിൽ എല്ലാം കുറഞ്ഞതും അല്ല, ചിലത് മടങ്ങി വരും കേട്ടോ. അപ്പോൾ ഈ മടങ്ങി വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോ പോർഷനും ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കാൻ സമയത്തിന് അത് നിവർന്ന് നിൽക്കില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓരോ പ്രാവശ്യം എടുത്തിട്ട് നമ്മൾ ചെയ്തതിൻ്റെ ബാലൻസ് ഇല്ലേ, അതും ഇങ്ങനെ മടങ്ങി നിൽക്കും. അതിനെ നിവർത്തിയിട്ട് വേണം ചെയ്യാൻ. വളരെ എളുപ്പമാണ് ഇത്. നിങ്ങൾക്ക് സൂമായി കാണുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മളിങ്ങനെ ഈ മടക്കി എടുക്കത്തില്ലേ, ഒരു ചെറിയ ഗ്യാപ്പ് വരും. ഈ ഒരു നമ്മൾ മടക്കുന്നില്ലേ, ആ ഒരു വീതിയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിൻ്റെ ഒരു ചെറിയൊരു ലൈൻ പോലെ നമുക്കതിൽ കാണാൻ പറ്റും. ആ ഒരു കുറച്ചുകൂടെ ഇതുപോലെ കണ്ടില്ലേ, ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വെറുതെ ഈ ബോ ഹെയറിൽ വെച്ചാലും ഭയങ്കര ഭംഗിയായിരിക്കും. ഇതുപോലെ ആ ഒരു ചെറിയൊരു ലൈൻ കറക്റ്റ് നമ്മൾ ആ ഒരു മടക്കില്ലേ, ഓരോ മടക്കും ഒരു മടക്ക് മടക്കിയിട്ട് അതിൻ്റെ എഡ്ജിലൊന്ന് അടുത്ത് സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെ അടുത്ത് വീണ്ടും മടക്കുന്നത് നമ്മൾ അതിൻ്റെ അറ്റത്തുനിന്നാണ് വീണ്ടും നമ്മൾ മടക്കുന്നത്, കണ്ടോ? അതാ അടുത്ത് വീണ്ടും. അപ്പോൾ അതുപോലെയാണ്. പിന്നെ ഈ എഡ്ജ് എത്തുമ്പോൾ നമ്മൾ എന്താ പറയുക, അവസാനം വരുമ്പോൾ വീതി കുറഞ്ഞു വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ആ മടക്ക് വരുന്നിടത്ത് ഇങ്ങനെ ചുരുങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ആ ചുരുക്ക് ഉണ്ടാവും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. അതിന് അടിഭാഗത്തേക്ക് ഈ ബോയില അടിഭാഗത്തേക്കും വെച്ച് മടക്കിയിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ പുറത്തൂടെ ഒന്ന് റോൾ ചെയ്ത് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. ചെറിയ ചുരുക്കുകൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അല്ലാതെ ഭയങ്കര ചുരുക്കൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് എഡ്ജ് ഇതുപോലെ വരും. എഡ്ജ് ഇതുപോലെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ എൻഡ് ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക. എഡ്ജിൽ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ബോയുടെ അറ്റത്തില്ലേ, അവിടെയും കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇളകി ഇങ്ങനെ വരത്തില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം ബാലൻസ് വരുന്നത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ എൻഡ് ടേപ്പില്ലേ, എൻഡ് ടേപ്പ് ആയാലും മതി, സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ സാറ്റിൻ റിബൺ വെച്ച് കവർ ചെയ്താലും മതി. എൻഡ് ടേപ്പിലേക്ക് എൻഡ് ടേപ്പ് എടുത്ത് എന്താ പറയുക, നമ്മളിനി അതങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഗ്ലൂ വെച്ച് ഒട്ടിച്ച് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഈ എൻഡ് ടേപ്പ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സാറ്റിൻ റിബൺ ഉണ്ടെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം ഇത് എഡ്ജ് കുഞ്ഞുങ്ങൾ ഇയറിൽ അങ്ങനെ പ്രശ്നം വരത്തില്ല ഈ ടൈപ്പ് ബോയ്ക്ക്. ഇതുപോലെ ഞാനൊന്ന് ജസ്റ്റ് ഫിനിഷിങ്ങിന് വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് നോക്കി, ഇതുപോലെ ഒന്ന് ചെയ്തു അങ്ങ് ഫിനിഷ് ചെയ്തു. എന്നിട്ട് ആ എഡ്ജിൽ വന്നത് കട്ട് ചെയ്ത് മാറ്റി. അതുപോലെ രണ്ട് സൈഡും ചെയ്തു കേട്ടോ. നമ്മുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് വെച്ച് ചെയ്യാം. പിന്നെ എൻഡ് ടേപ്പ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ നീളത്തിന് എടുക്കണം. മറ്റേ നമ്മുടെ സാധാരണ മെറ്റാലിക് ഹെയർ ബോ ചെറുതല്ലേ, അപ്പോൾ ചെറിയൊരു പീസ് മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ വീതിക്ക് നീളത്തിന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വേസ്റ്റ് ആണ് ഇതുപോലെ ഇത്രയും ഒരു വീതി നീളം ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ബാലൻസ് വരുന്ന കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. വെറുതെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, കണ്ടോ? ആ ഒരു ലൈനൊക്കെ വന്നിട്ട് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചെറിയ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. 0.4 നമ്മുടെ മെറ്റാലിക് വയറും എടുത്തിട്ടുണ്ട്. ഞാൻ സിൽവറാണ് എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ സിൽവർ കളർ സ്റ്റോൺ ചെയിൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ബീഡ്സിൽ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ മെറ്റാലിക് ഫ്രെയിമിൽ മെറ്റാലിക് അല്ല, നമ്മുടെ വയറിൽ ഞാൻ അങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വയറിൽ ഒരു എഡ്ജ് നന്നായിട്ട് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ചുറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് നമ്മൾ സാധാരണ നമ്മുടെ ബോ കോർക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. കുറച്ച് ചെറിയ ബീഡ്സ് ആയിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മളിപ്പോൾ ബീഡ്സ് വാങ്ങിക്കുമ്പോൾ ഓരോ ലെയർ ആയിട്ടാണ് വരാറ്. ഒരു ലെയർ പോരാ, ഞാൻ ഇത് 2 ലെയറിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം
കണ്ടില്ലേ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ലൈനിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചുറ്റി 2 ലെയർ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബീഡ്സ് വേണ്ടി വരും. അപ്പോൾ 2 ലെയറിൽ കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒറ്റ ലെയർ മതിയാവും കേട്ടോ. പിന്നെ ഈ എഡ്ജിൽ വരുമ്പോഴാണ് കണ്ടില്ലേ, ഈ എഡ്ജിൽ നമുക്ക് കുറച്ച് അടുത്തെടുത്താണ് ആ ഒരു എഡ്ജ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1-2 ലെയർ കുറച്ച് ബീഡ്സ് അടുത്ത് വരും കേട്ടോ. അത് നോർമലി വരുന്നതാണ്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, വേറെ ഒന്നുമില്ല, ഇതുപോലെ 2 ലെയർ ഓരോ ചുറ്റി എടുക്കുക. ഞാൻ ഒരേ സ്റ്റൈലിൽ തന്നെ 2 ലെയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് അവിടെ 1 ലെയർ അടുത്ത് സ്റ്റോൺ ചെയിൻ വേണമെങ്കിലും കൊടുക്കാം. അടുത്ത ലെയർ എങ്ങനെ വേണോ കൊടുക്കാം കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് മാറ്റി ചെയ്യാം. ഇത് വളരെ ശരിക്കും എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഒന്നാണ് കേട്ടോ. ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞത് ഈ വെൽവെറ്റ് ഇല്ലേ, പണ്ട് ഒരു സമയത്ത് വെൽവെറ്റ് ഡ്രസ്സൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു. ആ സമയത്ത് നമുക്കറിയില്ല വെൽവെറ്റിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതേ ഭംഗി തന്നെയാണ് ഈ ഹെയർ ബാൻഡ് ചെയ്യുമ്പോഴും വരുന്നത്. അതിലേക്ക് നമ്മൾ ഈ ബീഡ്സും സ്റ്റോണും ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അത് ഭംഗിയാവുന്നു. ഇതൊക്കെ ഹെയറിൽ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെയർ ബാൻഡ് ചെയ്യുന്നതിലല്ല, ഇത് തലയിൽ ഇങ്ങനെ കാണുമ്പോഴും അതിനേക്കാളും നമ്മൾ ഹെയറിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ഭംഗി വരുന്നത് കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ, അറ്റത്ത് വന്നതിൻ്റെ അടുത്ത് വരും, പിന്നെ വരുന്നത് കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും നമ്മൾ ചെയ്യുന്നതിന്. അതുപോലെ തന്നെ ഇനി വേറൊന്നുമില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകുക. നമ്മൾ ചെയ്യുമ്പോൾ തീരെ ലൂസ് ആവരുത്, അത് കുറച്ച് ടൈറ്റായിട്ട് തന്നെ അത് ചുറ്റി പോകണം കേട്ടോ. ലൂസ് ആവുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്നുകൂടെ അതിനെ ടൈറ്റാക്കി ചുറ്റുക. വളരെ സിമ്പിളാണ്, നമുക്കങ്ങനെ ബുദ്ധിമുട്ടോ എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടോ ഒന്നുമല്ല. ജസ്റ്റ് എന്താ പറയുക, കുറച്ച് സമയം എടുക്കും. കാരണം ഇത് കവർ ചെയ്തതിന് ശേഷം ബീഡ്സ് കോർത്തിട്ട് ഇതിലേക്ക് ചുറ്റി ചെയ്യാൻ കുറച്ച് അധികം സമയം എടുക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ ആ ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ വന്നപ്പോൾ. ഇത് നമുക്ക് ബ്ലൂവും വൈറ്റും മാത്രമല്ല, എന്താ പറയുക, പല കളറിൽ ഗ്രീനുണ്ട്, റെഡ് ഉണ്ട്. നമുക്ക് സാറ്റിൻ റിബൺ ഇത് സാറ്റിൻ റിബണിൻ്റെ പുറത്തും കവർ ചെയ്ത് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നത് നമ്മുടെ വെൽവെറ്റിൻ്റെ ഇതിലാണ്. ഞാൻ ഇതങ്ങ് കംപ്ലീറ്റ് ചുറ്റി ഇതുപോലെ അങ്ങ് ചുറ്റി പോയാൽ മതി. എഡ്ജ് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, കാരണം അതവിടെ ചുറ്റി നിർത്തും നമ്മൾ. എഡ്ജ് വരുമ്പോൾ ഞാൻ പറയും 2 ലെയർ അടുത്ത് വരും. കാരണം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്തെടുത്താൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. നോക്കി, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല എന്താ പറയുക, നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് നമുക്ക് ഇതിൽ സ്റ്റോണോ ഒന്നും കൊടുക്കാതെ വെറും ബീഡ്സ് മാത്രം തന്നെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നമുക്ക് ഹെയറിൽ വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. ഇനി അത് കഴിഞ്ഞ ശേഷം എഡ്ജിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് 2-3 പ്രാവശ്യം ചുറ്റിയിട്ട് നമ്മളുടെ വയർ കട്ട് ചെയ്ത് മാറ്റുക. അതാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ലാസ്റ്റ് വന്നതും കൂടെ അങ്ങ് ചെയ്ത് ലാസ്റ്റ് എന്താ പറയുക, എഡ്ജ് വരെ വരണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ പിന്നെ എഡ്ജ് വരെ അങ്ങ് ചെയ്തെടുത്തു. അല്ല അങ്ങനെ വേണ്ട എങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ. ഇനി അതിനെ കട്ട് ചെയ്ത് മാറ്റുക. ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഒരു കാര്യം ചെയ്ത്, നമ്മുടെ ഈ ഹെയർ ബോ കുറച്ച് വീതിയുള്ള ഫ്രെയിമാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ ഈ നമ്മുടെ വയറില്ലേ, വയറ് അടിയിലേക്ക് നിർത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കുറച്ച് എന്ത് ചെയ്യുന്ന ഹെയറിൽ തട്ടുമ്പോൾ ഇളകി വരും. സാധാരണ ബോയുടെ ഫ്രെയിം, നമ്മുടെ ചെറിയ ബോയുടെ ഫ്രെയിം ചെറുതാണ്, അപ്പോൾ അത്ര പ്രശ്നം വരത്തില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെറിയൊരു നമ്മുടെ എൻഡ് ടേപ്പ് കട്ട് ചെയ്ത് ഓരോ സൈഡിലും ഒട്ടിച്ചു കൊടുത്തു. ആ ഭാഗത്തേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത ശേഷം അടിയിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. അത് ഇളകി വരാതിരിക്കാൻ, കാരണം ഒന്നാമത്തെ കാര്യം അത് ചെവിയുടെ പുറകു ഭാഗത്തേക്കാണ് വയറ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു മെറ്റൽ പോലെയല്ലേ ഇരിക്കുന്നത്, അത് ഹർട്ടാവും. അതുപോലെ അത് ഇളകി വരും. അതുകൊണ്ടാണ് അവിടെ ചെയ്തത്. നോക്കിയേ. ഇനി ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് സ്റ്റോൺ ചെയിൻ വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ പുറത്ത് സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോൺ ചെയിൻ വേണ്ട, നിങ്ങൾക്ക് സൈഡിൽ വേണമെങ്കിൽ ചെറിയ സ്റ്റോൺ വേണോ, ഒന്നും വേണ്ട. ഇതിങ്ങനെ പ്ലെയിനായിട്ട് ചെയ്താലും നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ സിൽവർ കളർ സ്റ്റോൺ ചെയിനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വെറുതെ ഒന്നും വേണ്ട, ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഒരു ലെയർ ബീഡ്സ് മാത്രം കവർ ചെയ്ത് പോയാലും മതി. നല്ല ഭംഗിയാണ്. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഓരോ ലെയർ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ പുറത്ത് ഓരോരോ ലെയറിൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു, നിങ്ങളത് കണ്ടില്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കാം. അല്ല എങ്കിൽ ചെറിയ ഓരോ സ്റ്റോൺ വേണമെങ്കിൽ ഇടയിലും കൊടുക്കാം.
ഇടയിൽ പിന്നെ വലിയ ഗ്യാപ്പ് വരില്ല. അതുകൊണ്ടാണ് ഗ്യാപ്പ്, കാരണം നമ്മൾ 2 ലെയർ ബീഡ്സ് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. ഒറ്റ ലെയർ ബീഡ്സ് കൊടുത്തിട്ട് ഓരോ സ്റ്റോൺ കൊടുത്താണ് ഞാൻ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും സ്റ്റോൺ ചെയിൻ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തു. ഇനി ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ബീഡ്സ് മാത്രം കൊടുത്തിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് പല രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വെൽവെറ്റിൻ്റെയൊക്കെ ഇത് തുണികളൊക്കെ മേടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ബിഗ് പീസൊക്കെ വരുന്നത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ എക്സസറീസൊക്കെ പിള്ളേർക്ക് ചെയ്യാം. ഈ പെൺപിള്ളേർ ഉള്ള അമ്മമാരാണ് കൂടുതൽ ഇതിനോടൊക്കെ വളരെ ഇഷ്ടമുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിനൊന്നും വലിയ എക്സ്പെൻസോ അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെയ്തും കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഒന്ന് ചെയ്തതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതുപോലത്തെ 2-3 കളറിൽ എനിക്ക് കസ്റ്റമൈസേഷൻ വന്നായിരുന്നു. നോക്കി ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്ത ശേഷം ബാലൻസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ലെങ്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ച് ഒട്ടിച്ചാലും പെട്ടെന്ന് അങ്ങ് ചെയ്തു പോവാം. ഞാൻ പിന്നെ കട്ട് ചെയ്ത് വയ്ക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോയത് കേട്ടോ. നോക്കി പിന്നെ ഒത്തിരി ഇങ്ങനെ ഫുള്ളായിട്ട് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിക്കാൻ നിൽക്കരുത്. കാരണം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് പിന്നെ കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ കുറച്ച് സമയം എടുക്കുക. അപ്പോൾ ഒരു 3-4 അങ്ങനെ ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ കട്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതാന്ന് പറയുമ്പോൾ ഒട്ടിച്ചെടുക്കുക. അത് ചെയ്താലും വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ എന്താ പറയുക, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ഈസിയാണ് ഇതൊക്കെ കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് പിന്നെ നല്ല നെറ്റ് ഉണ്ടെങ്കിൽ, നല്ല കളർഫുൾ നെറ്റ് ഉണ്ടെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.